റബീഉൽ അവ്വൽ മാസത്തിൽ ഓതുന്ന ഖുതുബയല്ലേ, സമസ്തക്കാരെ പള്ളിയിൽ ഓതുന്ന ഖുതുബയാ. ഈ ഖുതുബയിൽ എന്താ പറയുന്നതെന്നറിയുമോ? രണ്ടാമത്തെ ഖുതുബയിൽ അതാ വിശദീകരിക്കുകയാണ്. മരിക്കുന്നതിന്റെ തലേ ദിവസം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വആദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഫിറാഖി. ഞാൻ എവിടുന്നും കട്ടെടുത്ത് വായിക്കുകയല്ല. പാവപ്പെട്ട മുസ്ലിങ്ങളെ, സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കാനാ ഞാനിത് വായിക്കുന്നത്. പള്ളിയിൽ ഉസ്താദ് ഓതുന്ന നബാത്തിയ ഖുതുബയിൽ പോലും റസൂലുള്ളാന്റെ ജന്മദിനത്തെ പറ്റി ഒരു പരാമർശവുമില്ല. മറിച്ച് നമ്മുടെ നേതാവില്ലേ, നമ്മുടെ കരളിന്റെ കഷ്ണമായ നേതാവില്ലേ, ആ നേതാവിന്റെ വഫാത്തിനെ കുറിച്ചാ പറയുന്നത്. എന്താണ് പറയുന്നത്? വആദന റസൂലുള്ളാഹ് സ്വഹാബത്തിനോട് അനുവാദം ചോദിക്കുകയാ, എല്ലാവരോടും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഫനാദതുഹു താഹിറത്തുൽ ബതൂൽ. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളില്ലേ, ഏത് മകളാത്? ഫാത്തിമത്തു കിത്അത്തു കബ്ദി, എന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറഞ്ഞ മകളെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാ. വൽ ഖലിഖത്തു സകൂൽ, അങ്ങ് വിളിച്ചപ്പോ ആ മോള് പറയുന്നു വാ കർബാ ലികർബിക യാ അബാ. വാപ്പാ, എന്തൊരു വേദനയാ നിങ്ങൾ സഹിക്കുന്നത്, വല്ലാത്ത വേദനയാണല്ലോ വാപ്പാ, കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. ഉടനെ തന്നെ അതാ ഫഅജാബഹ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പറഞ്ഞപ്പോ ഫഖദ് വൽമഹാ, പൊന്നാര മോളെ അങ്ങ് ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മോളോടൊരു സ്വകാര്യം പറയുന്നു. ആ സ്വകാര്യം കേട്ടപ്പോ മോളതാ കരയുകയാ. വീണ്ടും കരയുന്നത് കണ്ടപ്പോ മോളെ വീണ്ടും ശരീരത്തിലേക്ക് കൂട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് വീണ്ടും സ്വകാര്യം പറയുന്നു. അതങ്ങ് കേട്ടപ്പോ മോള് ചിരിക്കുകയാ. ഇതങ്ങ് കണ്ടപ്പോ ആയിഷാ ബീവി ചോദിച്ചു പോയി, മോളെ നീ എന്തിനാ കരഞ്ഞത്, മോളെ നീ എന്തിനാ ചിരിച്ചത്? ഉടനെ തന്നെ അതാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നു, എന്റെ വാപ്പ ആദ്യം എന്നോട് പറഞ്ഞത് ഞാനിതാ മരിക്കാൻ പോകുന്നു ഫാത്തിമ എന്നങ്ങ് പറഞ്ഞപ്പോ എന്റെ മനസ്സിലത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വന്നുപോയി. എന്റെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നോട് കരഞ്ഞുപോയി. രണ്ടാമത് ചോദിച്ചു, മോളെ ഫാത്തിമ നീ എന്തിനാ ചിരിച്ചത്? എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മോളെ, ഞാൻ മരിച്ചാൽ എന്നിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് നീയാണ് മോളെ. അതങ്ങ് പറഞ്ഞപ്പോ എനിക്കങ്ങ് ചിരി വന്നു, എനിക്കങ്ങ് സന്തോഷം വന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി ആയിഷാ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്നു. ശ്രദ്ധിക്കണം. وقد آمنه من الخوف من لا تأخذه سنة ولا نوم وقال الحسن وحسين باقيين واجدا. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പേരക്കുട്ടികളാണ്. റസൂലുള്ളാഹിന്റെ ഇരു കൈകളിലും വളർന്ന കുട്ടികളാണ്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് വല്ലിപ്പാ വല്ലിപ്പാ എന്തൊരു വേദനയാ നിങ്ങൾ സഹിക്കുന്നത് എന്ന് വല്ലിപ്പാനെ കെട്ടിപ്പിടിച്ചവര് കരയുകയാണ്. അവിടെ വെച്ചിട്ടതാ റസൂലുള്ള രണ്ടുപേരെയും ചുംബിക്കുന്നു. എന്നിട്ട് അവരങ്ങ് പിരിഞ്ഞു പോയപ്പോ ആയിഷാ ബീവിയുടെ മടിയിൽ തലവെച്ചിട്ടതാ അല്ലാഹുവിന്റെ റസൂല് ചുണ്ടുകൾ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്. കിടന്ന കട്ടിലിന്റെ അടിയിൽ നിന്നൊരു തുണിയിൽ വെള്ളം മുക്കിയിട്ടതാ നെറ്റിത്തടം ഇങ്ങനെ തടവുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ചുണ്ടിങ്ങനെ ചലിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നു, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ എന്ന ആയത്ത് ഇങ്ങനെ ഓതുന്നു. എന്നിട്ട് പറയുന്നു, മടിയിൽ കിടന്നിട്ടാ പറയുന്നത്, ആയിഷാ ഇന്ന
ഇന്നലിൽ മൗതി സക്കറാ. ആയിഷ, മരണത്തിനെന്തൊരു വേദനയാ ആയിഷ, സഹിക്കുന്നില്ല ആയിഷ. നമ്മുടെ പൊന്നി നേതാവ് കരഞ്ഞ മാസമല്ലേ ഈ റബീഉൽ അവ്വൽ, മരണത്തിന്റെ കിടക്കയിൽ കിടന്ന് കരയുകയല്ലേ ആയിഷ, ഈ വേദന സഹിക്കുന്നില്ല ആയിഷ. അന്ന് ഹന്തക്കിൽ വെച്ച് തന്ന അതേപോലെ വിഷം പുരട്ടിയ മാംസത്തിന്റെ പ്രയാസങ്ങൾ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു ആയിഷ. റസൂലുള്ള അവസാനം പറയാണ്, ആയിഷ ഇന്നലിൽ മൗതി സക്കറാത്ത്. ആയിഷ, മരണത്തിനെന്തൊരു വേദനയാ ആയിഷ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അലാ ബിർറഫീഖിൽ അലാ ബിർറഫീഖിൽ അലാ. അതങ്ങ് പറയലും കണ്ണുകൾ രണ്ടും അങ്ങ് ചിമ്മിപ്പോയി, പിന്നെ ചുണ്ടുകൾ ചലിക്കുന്നില്ല. ആയിഷ ബീവി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നേരെ പുറത്തു ചെന്നിട്ട് സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തേ, നമ്മുടെ നേതാവ് വഫാത്തായി സ്വഹാബത്തെ. അതാ സ്വഹാബത്ത് എല്ലാവരും കരയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണുപോയി. സഹോദരങ്ങളെ, നമുക്ക് സങ്കടമല്ലേ നമ്മുടെ നേതാവ് മരിച്ച ഈ മാസത്തിൽ? നേതാവ് വഫാത്തായതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടുന്നവരല്ലേ? കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിലൂടെ ലോകത്തിന് നഷ്ടപ്പെട്ടത് ഇനിയൊരു പ്രവാചകൻ ഇവിടെ വരാനില്ല, ഇനി ഇങ്ങോട്ട് വഹയില്ല, ഇനിയൊരു വേദഗ്രന്ഥമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാന്റെ ജനനത്തെക്കാളും നമുക്ക് പ്രാധാന്യം അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്താണ്, റസൂലിന്റെ മരണമാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോ റസൂലായിട്ടല്ല ജനിച്ചത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ള ജനിച്ചപ്പോ സന്തോഷിക്കാൻ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ റസൂലുള്ള വഫാത്തായപ്പോ ഇവിടെ സങ്കടപ്പെടാൻ അവിടെ കുടുംബക്കാര് മാത്രമല്ല, കോടാനി 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 വരുന്ന മുസ്ലിങ്ങളാ ഇവിടെ സങ്കടപ്പെടുന്നത്. നേതാവും വഫാത്തായതിലാണോ നമുക്ക് പ്രാധാന്യം? റസൂൽ ജനിച്ച ജന്മദിനത്തിലാണോ നമുക്ക് പ്രാധാന്യം? ഗൗരവത്തിൽ പഠിക്കടേ മുസ്ലിങ്ങളെ. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ റസൂലുള്ളാന്റെ വഫാത്താണ് പലരും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ള ജനിച്ച ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ആ ദിവസത്തിന് റസൂലുള്ള പ്രത്യേകത പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്, അന്ന് നിങ്ങൾ നോമ്പെടുക്കണേ എന്ന് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചോ. എന്നിട്ടതാ ജന്മദിനം ആഘോഷിക്കുന്നവർ പള്ള നിറയെ ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ട് കീശയിലേക്ക് പണം വാരി പോകുന്നൊരു ദുരവസ്ഥ. പാവപ്പെട്ട മുസ്ലിമേ, എന്നാണിത് മാറ്റം വരിക? എന്നാണെന്ന് ചിന്തിക്കുക. എന്നാണ് ആഖിറത്തിലേക്ക് മടങ്ങേണ്ടവനല്ലേ എന്ന ബോധം നമുക്കുണ്ടാവുക. വളരെ ഗൗരവത്തിൽ